മനുഷ്യനെ പ്രകോപിതനാക്കാൻ വളരെയധികം എളുപ്പമാണ്. മുഖത്ത് നോക്കി ചുമ്മാതങ്ങ് ഭ്രാന്തൻ എന്ന് വിളിച്ചാൽ മതി, ഉറപ്പായിട്ടും അയാൾ ഇളകി തുടങ്ങും. അത് ആൾക്കൂട്ടത്തിനിടയിൽ വെച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കിട്ടുന്ന അപമാനത്തിന്റെ തോതനുസരിച്ച് അയാളിൽ ഇമ്പൾസിവിറ്റിയുടെ ഏറ്റവും സംഭവിക്കും. ഇതൊന്നും അത്രയ്ക്ക് പുത്തരിയല്ല, പുതുമയും. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, തന്തയ്ക്ക് വിളിച്ചു തള്ളയ്ക്ക് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ ആളുകൾ തമ്മിൽ പരസ്പരം കത്തിയെടുത്ത് കുത്തുന്നതും കൊല്ലുന്നതുമൊക്കെ പെട്ടെന്നുണ്ടാകുന്ന പ്രേരണകളെയും പെരുമാറ്റങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവില്ലായ്മ കൊണ്ടാണ് അതൊക്കെ സംഭവിച്ചു പോകുന്നത്. എന്നാൽ അതൊന്നും ഒറ്റയടിക്ക് സംഭവിക്കുന്നതല്ല. പല കാലങ്ങളിൽ പല അവസരങ്ങളിലായി പലതരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ ഇൻസെക്യൂരിറ്റികളൊക്കെ പുറത്തേക്ക് ചാടാനുള്ള അവസരം വീണ്ടു കിട്ടുമ്പോൾ സംഭവിക്കുന്നതാണ്. അതൊരു പൊട്ടിത്തെറിയായി പരിണമിച്ചു പോകുന്നതാണ്. നിലവിൽ ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെയാണ്. സന്തോഷ് വർക്കിയെ വനിതാ വിനീത തിയേറ്ററിൽ നിന്ന് ഇറക്കി വിടുന്നു. തിയേറ്റർ ഉടമ അയാളെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നു. അയാൾക്ക് ഇളകാനുള്ള എല്ലാ സാഹചര്യവും കിട്ടി. ഇനിയിപ്പോൾ അതിന്റെ പേരിൽ അയാൾ എത്രയൊക്കെ പ്രകോപിതനായാലും എത്രയൊക്കെ ആരെ തെറി വിളിച്ചാലും സന്തോഷ് വർക്കി തീർത്തും നിരപരാധിയാണ്. കാരണങ്ങൾ എണ്ണിപ്പെറുക്കി പറയാം. സന്തോഷ് വർക്കിയെ വഴിതെറ്റിച്ചത് ഇവിടുത്തെ പാപ്പരാസികളാണ്. നിരന്തരമായി പരിഹസിച്ചും ഉപദ്രവിച്ചും അയാളിൽ കടുത്ത ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കിയെടുത്തത് ഇവിടുത്തെ പാപ്പരാസികൾ തന്നെയാണ്. മാനസികാരോഗ്യത്തിന് സന്തോഷ് വർക്കി മരുന്ന് കഴിക്കുന്നു എന്നറിഞ്ഞിട്ടും അയാളെ പിന്നെയും പിന്നെയും ചാനലിന്റെ റീച്ചിനു വേണ്ടി കരുവാക്കിയതും ഇവിടുത്തെ അതേ പാപ്പരാസികൾ തന്നെയാണ്. താനൊരു സെലിബ്രിറ്റിയാണെന്നും വനിതാ വിനീത തിയേറ്റർ കറങ്ങുന്നത് തനിക്ക് ചുറ്റുമാണെന്ന ചിന്ത സന്തോഷ് വർക്കിയിലേക്ക് കുത്തിവെച്ചതും അവർ തന്നെയാണ്. വനിതാ വിനീതയിൽ ഇത്രയ്ക്കധികം വിളയാടാനുള്ള സന്തോഷ് വർക്കിയുടെ പ്രചോദനവും പാപ്പരാസികളാണ്. തിയേറ്റർ ഉടമ അയാളെ ഭ്രാന്തൻ എന്ന് വിളിച്ചപ്പോൾ പൊട്ടിത്തെറിക്കാൻ പാകത്തിലുള്ള ഒരു ലോഡ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പണ്ടേ സന്തോഷ് വർക്കിയുടെ ഉള്ളിൽ ഇട്ടുകൊടുത്തതും പാപ്പരാസികളാണ്. ബാക്കിയുള്ള അനുഭവങ്ങൾ അതിനു മുൻപേ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. തിയേറ്റർ ഉടമ അയാളെ ഭ്രാന്തൻ എന്ന് വിളിച്ചെന്നും പറഞ്ഞ് സന്തോഷ് വർക്കി ഇപ്പോൾ ഇത്രയ്ക്കധികം മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെങ്കിൽ അതൊക്കെയും കേൾക്കാൻ പാകത്തിൽ സന്തോഷ് വർക്കിയെ അഴിച്ചുവിടാൻ അവസരമൊരുക്കിയതും പാപ്പരാസികൾ തന്നെയാണ്. അതാണ് പറയുന്നത്, അയാൾ നിരപരാധിയാണ്, ഒരു പരിധിവരേക്കും നിഷ്കളങ്കനും. തങ്ങൾക്ക് വാല്യൂ ഉള്ളത് കൊണ്ട് മാത്രമാണ് മീഡിയ തന്റെയും അലിൻ ജോസ് പെരേരയുടെയും ഒക്കെ പുറകെ നടക്കുന്നതെന്ന് ആവർത്തിച്ച് പറയുന്നത്ര ലെവൽ ഓഫ് നിഷ്കളങ്കൻ. വൾനറബിൾ ആയ മനുഷ്യരെ കളിയാക്കാൻ പാകത്തിൽ സമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് പാപ്പരാസികൾ നിർത്തണം. ശരിയും തെറ്റും പാകപ്പെടുത്താൻ കഴിയാത്ത മനുഷ്യരെയൊക്കെ അവരെന്തൊക്കെയോ വിഗ്രഹങ്ങളാണെന്ന തോന്നലുണ്ടാക്കുന്നതും നിർത്തണം. മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളെ കോമാളി കളിക്കാൻ പാകത്തിൽ ഉപയോഗിക്കുന്നതും നിർത്തണം. മനുഷ്യരൊക്കെ അന്തസ്സായി ജീവിക്കാൻ യോഗ്യപ്പെട്ടവർ തന്നെയാണ്. അവരെയൊക്കെ പ്രകോപിതരായി കാണാൻ ഒട്ടും സുഖമില്ല. വൾനറബിളായ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത മനുഷ്യരുടെ മുഖത്ത് നോക്കി ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത് കേൾക്കാനും രസമില്ല. അതുകൊണ്ട് പാപ്പരാസികളോട് ഒന്നേ പറയാനുള്ളൂ, മനുഷ്യരെ ആറാട്ടണ്ണനെ പോലെയുള്ള നിഷ്കളങ്കരായ മനുഷ്യരെ ഒന്നും മിസ്ലീഡ് ചെയ്യരുത്.